ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അപ്പോൾ കരുതിയിരുന്നോളണം, തകർന്നു പോകരുത്, നേരിടണം. എന്നോട് ഷെയർ ചെയ്തു. വ്യക്തിപരമായി നേരിടേണ്ടി വരുന്ന വിഷമഘട്ടത്തെ കുറിച്ചുള്ള ആകുലതകൾ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതിൽ അങ്ങനെ തകർന്നു പോകാനില്ല എന്ന് അങ്ങയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് അത് അവനവൻ ഉൾപ്പെടുന്നതോ ഉൾപ്പെടാത്തതോ ആയ കാര്യമാണ് എങ്കിൽ പോലും കൂട്ടമായ ആക്രമണം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിക്കും നേരെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അന്യായവുമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ നേരിടാനാണ് വിചാരിക്കുന്നത്? അല്ല, എങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ രാജ്യത്ത് എല്ലാ വ്യക്തികൾക്കും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം അത് പരീക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നമ്മുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഉള്ള ആക്രമണങ്ങൾക്കെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരിടും. പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ളതിലേക്ക് രാഷ്ട്രീയമായും അതിനെ നേരിടും. അങ്ങ് തന്നെ പറഞ്ഞത് ഈ സംഭവം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വ്യക്തിപരമായി തന്നെ അറിയിക്കപ്പെട്ടിരുന്നു, അതിനെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതും ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ തന്നെ എന്നോട് പറഞ്ഞു, ടീച്ചർക്കെതിരെ ഒരു ബോംബ് ഉണ്ടാകും, പേടിക്കരുത്, ധൈര്യമായി നിൽക്കണം എന്നാണ് പറഞ്ഞത് എന്ന്. പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിന്റെ പ്രഹരശേഷി ഇത്രയുണ്ട് എന്ന് വിചാരിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. ഇതുപോലെ വൾഗറായിട്ട് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീ ലൈംഗികതയ്ക്കെതിരെ അപവാദ പ്രചരണവും പോസ്റ്ററുകളും ഒക്കെ ഇടും എന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത്രത്തേക്ക് വൾഗറായിട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന് അങ്ങനെ ആഴത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കന്മാർ വളരെ മാന്യമായി പെരുമാറുന്ന നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നാണ് എനിക്കൊരു ഈ സന്ദേശം ലഭിച്ചത്. അങ്ങൊരു വളരെ മോറലായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ നേരിടണം, ഒരു പ്രശ്നം വരുന്നുണ്ട്, തകർന്നു പോകരുത്, തളരരുത് എന്നുള്ള രീതിയിൽ. പരാതി കൊടുക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉറപ്പ് എന്താണ് സുമിത് കെ ജെ ഷൈൻ? അല്ല, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹം അത് ഏത് മതവിശ്വാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസമോ ഉള്ള ഏത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി പരാതിപ്പെടാവുന്ന ഒരു സംവിധാനം കേരള പോലീസ് സംവിധാനത്തിലുണ്ട്. ഒപ്പം തന്നെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നുണ്ട്. അത് എൻ്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ, കഴിഞ്ഞ 9 വർഷക്കാലമായി ഗവൺമെൻറ് പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിലും, അത് ഈവൻ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അപവാദമോ അല്ലെങ്കിൽ പൊതുയിടങ്ങളിലുള്ള അവഹേളനമോ അവരെ ശാരീരികമായി നേരിടുന്ന ആക്രമണമോ അല്ലെങ്കിൽ ലൈംഗിക കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ നടന്നിട്ടുള്ളത്, അതിനൊക്കെ വളരെ ശക്തമായ രീതിയിൽ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അതിനെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി കേരള പോലീസിനുണ്ട്. ഈ സൈബർ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൂർണ്ണമായും സാധ്യമാകും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധ സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്ന് വിചാരിക്കുന്നു? വളരെ വ്യക്തിപരമായി എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു? ഇതിൻ്റെ ആദ്യത്തെ പോസ്റ്റർ, അതായത് പേര് വെളിപ്പെടുത്താതെ എന്നാൽ ഇവിടെ അറിയുന്നവർക്ക് ഒക്കെ തന്നെ നമ്മൾ പറയാറില്ലേ, തമാശയ്ക്കാണെങ്കിൽ പോലും തൊട്ട് കാണിക്കാം, എന്താണ് പേര് പറയില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ളൊരു പോസ്റ്റർ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ആകെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പറവൂർ പ്രദേശത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, മണ്ഡലം സെക്രട്ടറിയാണ്, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ വരുന്നു. തുടർന്ന് ഇതുപോലുള്ള കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും തുടർച്ചയായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ,
ശരി. ഈ കോൺഗ്രസിന് ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്കാണെങ്കിലും ഇപ്പോൾ കെ ജെ ഷൈൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെയും കൂടി ഉണ്ടല്ലോ. എന്തിന് അത്രമേൽ പക അല്ലെങ്കിൽ അത്രമേൽ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഒരു സാഹചര്യമൊക്കെ എന്താണെന്നാണ് വിചാരിക്കുന്നത്? അതിപ്പോൾ ആ സാഹചര്യം ആ തിരഞ്ഞെടുത്ത ആളുകളോട് ചോദിക്കണം. അപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പറവൂരും അതുപോലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം കേരളത്തിലാകെയും വ്യത്യസ്തമായ സാമൂഹിക സംഘടനകൾക്കകത്തും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കകത്തും പൊതുവെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. 1.5 കൊല്ലമായിട്ട് വ്യാപകമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിവാദം സൃഷ്ടിച്ച് അതിൻ്റെ പുറകെ ചർച്ച, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ ഇതാണല്ലോ ചർച്ച. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും കുറ്റകരമായ ഒരു ലൈംഗിക കുറ്റകൃത്യം ചെയ്തിട്ടുള്ള മീഡിയയിലടക്കം, ഔദ്യോഗിക മീഡിയയിലടക്കം അതിൻ്റെ തെളിവ് സഹിതം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ പോലും അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി. ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോൾ എന്തിന് എന്നെ എന്ന് ടീച്ചർ ചോദിക്കുകയുണ്ടായോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല. എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു അന്തരീക്ഷത്തിലല്ല. ഞങ്ങളൊരു പൊതുവേദിയിൽ അടുത്തിരുന്നപ്പോൾ അങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പം ഞാനതിനെ വളരെ തമാശ രൂപത്തിൽ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അവിടെ ഇരുന്ന് തന്നെ. കൃത്യമായി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഈ ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അങ്ങനെയാണോ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബോംബ് ഉപയോഗിച്ചത് ഏത് നേതാവാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് ആസൂത്രിതമായി നടപ്പിലാക്കിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് എന്ന്. അതെ, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അപ്പോൾ കരുതിയിരുന്നോളണം, തകർന്നു പോകരുത്, നേരിടണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്കിതൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു, ഞാൻ ആ രീതിയിലേക്ക് ചിന്തിച്ചില്ല. ഞാനതിനെ വളരെ തമാശയോടുകൂടി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു ഗോസിപ്പ് ഉണ്ടാക്കുമായിരിക്കും എന്ന് അതുപോലും ചിന്തിച്ചില്ല. പക്ഷെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനത് മറന്നുപോയി. ഞാൻ എൻ്റെ തിരക്കിനിടയിൽ ആ തിരക്കുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. പിന്നെ വ്യാപകമായി ഈ സാധനം ആദ്യം വരുന്നത് ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള ഈ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണത് തുടങ്ങുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും ഒക്കെ തന്നെ അവരുടെ ഷെയറിൽ നിന്നും അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ഒരു ഞങ്ങളൊക്കെ വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് കരിമാലൂർ പഞ്ചായത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ കോൺഗ്രസ് എന്നോ മറ്റ് പാർട്ടി വ്യത്യാസമില്ലാതെ വളരെയധികം വ്യക്തിബന്ധത്തോടു കൂടി പോകുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ടാണോ ഇത് ഷെയർ ചെയ്തതെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോലും, നമുക്കറിയുന്ന ആളുകൾ പോലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ കരുതുക?